ദാദ്രി സംഭവത്തെയും കൽബുർഗിയുടെ കൊലപാതകത്തെയും ന്യായീകരിച്ച് RSS. ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ദാദ്രി സംഭവത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതേതരവാദികൾ ഉപയോഗിക്കുന്നു. സിഖുകാർ കൊല്ലപ്പെട്ടപ്പോൾ എഴുത്തുകാർ എവിടെയായിരുന്നുവെന്നും RSS മുഖപത്രമായ ഓർഗനൈസർ. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എന്തൊക്കെ കാര്യങ്ങളാണ് ന്യായീകരിച്ചുകൊണ്ട് ഓർഗനൈസറിൽ RSS എഴുതിയിരിക്കുന്നത്? മനു, ഓർഗനൈസറിൽ ഇപ്പോൾ ദാദ്രി സംഭവത്തെയും ഒപ്പം കൽബുർഗി സംഭവത്തെയും ന്യായീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നതിനുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നും ദാദ്രി സംഭവം ഒരു വലിയ സംഭവമേ ആയിരുന്നില്ല, എന്നാൽ മാധ്യമങ്ങൾ ഇത് വളച്ചൊടിച്ചു, ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് മുതൽക്കൂട്ടാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഇതിന്റെ പേരിൽ കടന്നാക്രമിക്കുകയായിരുന്നു എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ചൂണ്ടിക്കാണിക്കുന്നത് സിഖ് കലാപങ്ങളിലടക്കം കൊല്ലപ്പെട്ടവർക്കെതിരെ ഇതുവരെ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ശബ്ദമുയർത്താൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല കർത്തവ്യകരടക്കം കൊല്ലപ്പെട്ട കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇവർ കൊല്ലപ്പെട്ട കാര്യവും ഒപ്പം 16ഓളം പോലീസുകാരും 42ഓളം മുസ്ലിങ്ങളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും വലിയ സാമൂഹ്യ പ്രശ്നമായി ഉയർത്തുന്നതിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും തയ്യാറായിട്ടില്ല. എന്നാൽ ഈ ദാദ്രി സംഭവത്തിൽ മാത്രം ഇതിനെല്ലാം ഇവർ തയ്യാറാകുന്നു. പ്രത്യേകിച്ച് എഴുത്തുകാരടക്കം അവാർഡുകൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സംഭവത്തിലൊന്നും, പ്രത്യേകിച്ച് ഈ സിഖുകാർ കൊല്ലപ്പെട്ട സംഭവത്തിലോ എന്നാൽ അതുപോലെ കർത്തവ്യകരടക്കം കൊല്ലപ്പെട്ട സംഭവത്തിലൊന്നും ഈ എഴുത്തുകാർ ആ സമയത്ത് എവിടെയായിരുന്നുവെന്നും ഓർഗനൈസറിലൂടെ ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദാദ്രി സംഭവത്തിൽ മാത്രം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും അവാർഡുകൾ തിരിച്ചു കൊടുക്കുന്നതും തീർത്തും ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിനും ഹിന്ദുക്കളെ താഴ്ത്തിക്കെട്ടുന്നതിനും ഉള്ള രാഷ്ട്രീയ നിഗൂഢതകൾ മാത്രമാണെന്നാണ് ഇപ്പോൾ ഓർഗനൈസറിൽ കുറ്റപ്പെടുത്തുന്നത്. മനു, കഴിഞ്ഞ ദിവസം ഗോവധവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം ഓർഗനൈസറിൽ വന്നിരുന്നു. ഗോമാതാവിനെ ഉപദ്രവിക്കുന്നവർക്ക് വധശിക്ഷ നൽകണം എന്നാണ് വേദങ്ങൾ പറയുന്നത് എന്നതടക്കം ഓർഗനൈസറിൽ എഴുതിയിരുന്നു. പിന്നീട് വിവാദമായപ്പോൾ അത് എഴുത്തുകാരന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് അധികൃതർ കൈ കഴുകുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഈ വിവാദങ്ങളൊന്നും RSSനെയും അജണ്ടയെയും സ്പർശിക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെ വേണം വിലയിരുത്തേണ്ടി വരിക. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിലും ഇത് തന്നെയാണ് RSS വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഗോക്കളെ കൊല്ലുന്ന പാപികളെ കൊല്ലാൻ വേദങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ അത്തരത്തിലൊരു തെറ്റ് ചെയ്തതിനാലാണ് മുഹമ്മദ് അഖ്ലഖ് ദാദ്രിയിൽ കൊല്ലപ്പെട്ടതെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ദാദ്രിയിലെ മുഖപ്രസംഗത്തിലും RSS വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്ക് രാഷ്ട്രമൊട്ടാകെ വഴിവെച്ചതിനെ തുടർന്ന് RSS ചുവടുമാറ്റുകയും അത് ലേഖകന്റെ മാത്രം അഭിപ്രായമാണെന്ന ന്യായീകരണം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഓർഗനൈസറിലും ഇതേ രീതിയിൽ ന്യായീകരിക്കുന്ന ദാദ്രി സംഭവത്തെ അടക്കം ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ തീർത്തും പറയുന്നത് ഈ ദാദ്രി സംഭവത്തിനും ഒപ്പം ഈ കൽബുർഗി കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ തീർത്തും ഹിന്ദുക്കൾക്കെതിരെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം നടത്തുന്ന ശ്രമങ്ങളാണിതെന്നും ഇതൊരു വലിയ സംഭവങ്ങളല്ലായിരുന്നുവെന്നും എന്നാൽ ഇത് മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നും മറ്റുമാണ് പറയുന്നത്. ഈ സിഖുകാർ കൊല്ലപ്പെട്ട കാര്യത്തിലൊന്നും ഈ എഴുത്തുകാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മാത്രം എഴുത്തുകാർ അവാർഡ് തിരിച്ചു കൊടുക്കുന്നതിനും മറ്റും ശ്രമിക്കുന്നു? ഇത് ഹിന്ദുക്കളുടെ മുഖത്ത് കരിവാരി തേക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾ മാത്രമാണെന്നാണ് ഇപ്പോൾ ഓർഗനൈസറിലും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഫരീദാബാദിലടക്കം കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിനെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം തീ വെക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത് തന്നെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു. ഇത് സംഘപരിവാർ പിന്തുണയുള്ള മേൽജാതിക്കാരാണ് തീ വെച്ചതെന്ന് കുടുംബനാഥനടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ രാജ്യമൊട്ടാകെ ഇത്തരത്തിൽ സംഘപരിവാർ നടത്തുന്ന വർഗീയ അജണ്ടയുടെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഓർഗനൈസറിലെ മുഖപത്രത്തിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ വിവാദങ്ങൾ വരുന്നു, രാഷ്ട്രപതിയുടെ പ്രതികരണം വരുന്നു, സഹിഷ്ണുതയാണ് നമുക്ക് വേണ്ടത് എന്ന അർത്ഥത്തിൽ വേറെ നിവൃത്തിയില്ലാതെ അരുൺ ജെയ്റ്റ്ലിക്ക് പ്രതികരിക്കേണ്ടി വരുന്നു, രാജ്യം അസ്വസ്ഥമാണെന്ന്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും RSS അവരുടെ ഹിന്ദുത്വ അജണ്ട അത് കൂടുതൽ ശക്തമായി അവർ എത്തിക്കുന്നു, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി വിടുന്നു എന്നത് തന്നെയല്ലേ ഇന്നലത്തെ ദളിതരെ ചുട്ടുകൊന്നതടക്കമുള്ള സംഭവം കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ മുഖപ്രസംഗം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും വേണു. ഇന്നലെ തന്നെ അരുൺ ജെയ്റ്റ്ലി ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയിരുന്നു. ഇതിൽ തന്നെ പറഞ്ഞിരുന്നത് രാജ്യം തീർത്തും അസഹിഷ്ണുതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് അക്രമവാസന നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ അരുൺ ജെയ്റ്റ്ലി പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് തീർത്തും ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയും പ്രത്യേകിച്ച് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുമുള്ള പ്രസ്താവന ആയിരുന്നുവെന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് തീർത്തും ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ഓർഗനൈസറിലെ ഈ മുഖപത്രത്തിലെ വിമർശനത്തിലൂടെയും വ്യക്തമാകുന്നത്. ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഇവർ വ്യക്തമാക്കുന്നത് എഴുത്തുകാർക്കെതിരെ വലിയ കടന്നാക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. 1984 ഇത്തരത്തിൽ സിഖുകാർ കൊല്ലപ്പെട്ട കാര്യത്തിലൊന്നും ആരും ഇപ്പോഴും ഈ മൗനം പാലിക്കുകയാണ്. എഴുത്തുകാർ ഇതിലൊന്നും പ്രതികരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മാത്രമല്ല ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലടക്കം കർസേവകർ 56ഓളം കർസേവകർ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇതിലൊന്നും എഴുത്തുകാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അന്ന് തന്നെ 42ഓളം മുസ്ലിങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും എന്തുകൊണ്ട് എഴുത്തുകാർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അപ്പോൾ അവാർഡുകളൊന്നും തിരിച്ചു നൽകാൻ ഇത്തരത്തിൽ അതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നോ ഇവർ ശ്രമിക്കാറില്ല? പകരം ഇപ്പോൾ ഒരു ദാദ്രി സംഭവം, ഇതൊരു ചെറിയ സംഭവം മാത്രമായിരുന്നു. ഈ സംഭവത്തെ ഊതി വീർപ്പിക്കുകയായിരുന്നു എന്നും മറ്റുമാണ് മുഖപ്രസംഗത്തിലൂടെ ഇവർ വ്യക്തമാക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് രാജ്യമൊട്ടാകെ മാധ്യമങ്ങളടക്കം നടത്തുവാൻ ശ്രമിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും മറ്റുമാണ് ഇപ്പോൾ ഓർഗനൈസറിലെ മുഖപ്രസംഗത്തിൽ. മനു, അവിടെ വലിയൊരു കാര്യമുണ്ട്. കാരണം പ്രധാനമന്ത്രി ഇപ്പോഴും പാലിക്കുന്ന മൗനം അത് വളരെ വലിയൊരു അപകടകരമാണ്. അരുൺ ജെയ്റ്റ്ലി പ്രതികരിച്ചെങ്കിൽ പോലും പ്രധാനമന്ത്രി ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഈ എഴുത്തുകാർ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നടക്കം രാജിവെക്കുകയും പുരസ്കാരങ്ങൾ തിരികെ നൽകുകയും ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ ആദ്യം അരുൺ ജെയ്റ്റ്ലി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇത് പ്രധാനമന്ത്രിക്കെതിരെയുള്ള കടലാസ് വിപ്ലവം മാത്രമാണെന്ന്. ഇപ്പോൾ കൂടുതൽ എഴുത്തുകാർ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ രാജിവെക്കുമ്പോൾ അതിന്റെ ഒരു വലിയ ദേഷ്യം കൂടി RSSന്റെ ഈ പ്രസ്താവനയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഓർഗനൈസറിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതിനെതിരെ രാജ്യത്തെ വിവിധ കക്ഷികളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ രാജ്നാഥ് സിംഗ് അടക്കം ഇക്കാര്യത്തിൽ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനുശേഷവും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടിക്ക് തയ്യാറായിരുന്നുമില്ല. എന്തായാലും പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ദാദ്രി കൊലപാതകത്തിലടക്കം RSSന്റെ മുഖചിത്രം വ്യക്തമാക്കുന്ന രീതിയിലുള്ള മുഖപ്രസംഗമാണ് എന്തായാലും വ്യക്തമായിരിക്കുന്നത്. ഇന്ന് ഫരീദാബാദിലടക്കം കഴിഞ്ഞ ദിവസം RSS പിന്തുണയുള്ള ഹിന്ദുത്വവാദികൾ തീ വെച്ച് കൊന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഇന്ന് അവിടെ എത്തിക്കുന്നുണ്ട്. എന്തായാലും ബൃന്ദാക്കാരട്ടടക്കം സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർത്തും അപലപനീയമായ ഈ സംഭവത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഒരു നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുവാനോ ഇത് വ്യക്തമായ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ സച്ചിദാനന്ദൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സച്ചിദാനന്ദൻ, താങ്കളെ പോലുള്ള എഴുത്തുകാരൊക്കെ നിങ്ങളുടെ ആ സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തിരിച്ചേൽപ്പിക്കുന്നത് മതേതരവാദികളായി നിങ്ങൾ ഈ കൽബുർഗി ദാദ്രി സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നാണ് ഇപ്പോൾ RSS അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഓർഗനൈസർ പോലുള്ള ഒരു പത്രം അത്തരത്തിൽ പ്രതികരിക്കുന്നത് വളരെ പ്രതീക്ഷിതവും സ്വാഭാവികവുമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പുരസ്കാരം തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ രീതികളിൽ പ്രതികരിക്കുകയോ ചെയ്ത എഴുത്തുകാരും തന്നെ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയിൽ ഉൾപ്പെട്ടവരോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്നവരോ അല്ല. അവരെല്ലാവരും വളരെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ പുലർത്തുന്ന ആളുകളാണ്. അവർക്ക് പൊതുവായുള്ളത് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധതയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള കുറിച്ചുള്ള നിർബന്ധവും മാത്രമാണ്. അതുകൊണ്ട് ഈ എഴുത്തുകാർ അവാർഡുകൾ തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ രാജിവെക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ അത് ഈ സ്വാതന്ത്ര്യം എന്ന ഏറ്റവും പ്രധാനമായ ഒരു ആദർശത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണെന്ന് സത്യബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ അവർ പറയുന്നത്, RSS പറയുന്നത്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ സ്വാതന്ത്ര്യബോധം നേരത്തെ എവിടെയായിരുന്നു? ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇവിടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. സിഖ് കലാപം നടന്ന സമയത്ത് ഈ എഴുത്തുകാരും അവരുടെ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളും എവിടെയായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്.
അനേകം എഴുത്തുകാർ സിഖ് കലാപത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്റെ അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട പല കവിതകളും അതിനെക്കുറിച്ചുള്ളതാണ്. ഗുജറാത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എഴുത്തുകാരിൽ വളരെയധികം പേർ അത്തരത്തിലുള്ള ദേശീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മതേതരത്വ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ വളരെ ശക്തമായും തീവ്രമായും പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവർ പറയുന്നത് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, തനി നുണയാണ്. ശ്രീ സച്ചിദാനന്ദൻ, ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ കാണാൻ RSSന് കഴിയുന്നില്ല. ഹിന്ദുത്വ വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി അവർ വീണ്ടും ഇറങ്ങി വരുന്നു. ഇത്തരത്തിലുള്ള ഈ അസഹിഷ്ണുത എവിടെ കൊണ്ടെത്തിക്കും ഈ സമൂഹത്തെ? അസഹിഷ്ണുത തന്നെയായിരുന്നല്ലോ ഞങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും. അതുകൊണ്ട് ഈ അസഹിഷ്ണുതയ്ക്കെതിരെ തന്നെയാണ് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സാധാരണ മനുഷ്യരും ഒക്കെ തന്നെ ഇന്ന് പ്രതികരിക്കുന്നത്. കാരണം ഈ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് കാൽബുർഗിയുടെയും പൻസാരയുടെയും ധാബോൽക്കറുടെയും കൊലപാതകത്തിലും ദാദ്രിയിൽ നടന്ന ഹീനമായ കൊലപാതകത്തിലും നാം കണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ അസഹിഷ്ണുത വർദ്ധിക്കുന്നതും അവർ കൂടുതൽ തീവ്രമായ രീതിയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ ആരംഭിക്കും. മുമ്പും എഴുത്തുകാരുടെ പുസ്തകങ്ങളെ നിരോധിച്ചിട്ടുണ്ട്, എഴുത്തുകാരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എഴുത്തുകാരെ അവരുടെ ആശയങ്ങളുടെ പേരിൽ കൊല ചെയ്യുക എന്നത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര തീവ്രമായ രീതിയിലുള്ള ഒരു പ്രതികരണം എഴുത്തുകാരിൽ നിന്ന് ഇക്കാര്യത്തിലുണ്ടായത്. ശ്രീ സച്ചിദാനന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ ഒരു അക്ഷരം പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. രാജ്യത്ത് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം അസ്വസ്ഥമാണെന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രി തന്നെ പറഞ്ഞിട്ടും പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. ആ മൗനം അത് ചെലുത്തുന്ന ഒരു അപകടകരമായ അവസ്ഥ അതുകൂടി ചിന്തിക്കേണ്ടതല്ലേ? നിശ്ചയമായും അദ്ദേഹം ഗുജറാത്തിൽ പെരുമാറിയിരുന്ന പോലെ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും പെരുമാറുന്നത്. ഗുജറാത്തിൽ വളരെ വലിയ വംശഹത്യ നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ നിശബ്ദനായിരുന്ന അദ്ദേഹം ഇത്തരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യങ്ങളായ രീതിയിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് പ്രധാനമന്ത്രി അല്ല സംസാരിക്കേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളാണ്. ജനങ്ങൾ ഉണരുകയും സംസാരിക്കുകയും ഇത്തരത്തിലുള്ള അതിഹീനങ്ങളായ ചിന്തകളെ ബഹിഷ്കരിക്കുകയും വേണം. നന്ദി ശ്രീ സച്ചിദാനന്ദൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ പി കെ പാറക്കടവ് കൂടി ചേരുന്നു. ശ്രീ പി കെ പാറക്കടവ്, ഇന്ന് വീണ്ടും RSSന്റെ മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു. ഈ ദാദ്രി കൽബുർഗി സംഭവങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളാണ്, അതിനെ മതേതരവാദികളായ ആളുകളും സാഹിത്യകാരന്മാരും ചേർന്ന് അതിനെ വലിയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. വലിയ സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സിഖ് കലാപം അടക്കം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ എഴുത്തുകാരൊക്കെ എവിടെ പോയിരുന്നു? അവരുടെ പ്രതിഷേധം അന്ന് അവർക്കില്ലായിരുന്നോ എന്നൊക്കെയാണ് ഇന്ന് മുഖപത്രമായ ഓർഗനൈസറിലൂടെ RSS ചോദിക്കുന്നത്. അവർ ചോദിക്കേണ്ട ചോദ്യം LK അദ്വാനിയോടാണ്. അസഹിഷ്ണുതയുടെ വിദ്വേഷ പ്രകടനങ്ങൾ വർദ്ധിക്കുകയാണ്, ഇത് ജനാധിപത്യത്തിനെതിരാണ് എന്ന് 2 ദിവസം മുമ്പേ പറഞ്ഞത് LK അദ്വാനിയാണ്. അത് സുധീന്ദ്ര കുൽക്കർണിക്ക് നേരെ കരിമഷി പ്രയോഗം ഒഴിച്ചപ്പോഴായിരുന്നു അങ്ങനെ പറഞ്ഞത്. കാരണം മുമ്പില്ലാത്ത വിധം അസഹിഷ്ണുത പെരുകുകയാണ്. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ഗോവംസം കഴിച്ചെന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ, ഒരു സൈനികന്റെ പിതാവിനെയാണ് അടിച്ചു കൊന്നത്. ഒരു ദളിതൻ, 90 വയസ്സുള്ള ഒരു ദളിതൻ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്ന കുറ്റത്തിന് അയാളെ തീയിട്ട് കൊല്ലുകയാണ്. അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിച്ചതിന് കുൽബർഗിയെ പ്രാതൽ കഴിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ്. പൻസാരെ വധിക്കപ്പെടുന്നു. ഗുലാം അലി പാടരുതെന്ന് വിധിക്കുന്നു. MM ബഷീർ രാമായണത്തെക്കുറിച്ച് എഴുതരുതെന്ന് ശഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആദ്യം ഈ ചോദ്യം RSSന്റെ മുഖപത്രം ചോദിക്കേണ്ടത് LK അദ്വാനിയോടാണ്. അസഹിഷ്ണുതയുടെ വിദ്വേഷ പ്രകടനങ്ങൾ വർദ്ധിക്കുകയാണ് എന്ന് അദ്വാനിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ ജീവിക്കാൻ മുസ്ലിങ്ങൾ ബീഫ് ഉപേക്ഷിക്കണമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറയുന്നു. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ കഴിയാം, പക്ഷേ മാട്ടിറച്ചി തിന്നുന്നത് നിർത്തണം. ഖട്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഖട്ടർ BJP മുഖ്യമന്ത്രിയാണ്. അതേ ഹരിയാനയിലാണ് ഇന്നലെ 2 ദളിത് കുട്ടികൾ കൊല്ലപ്പെട്ടത്. മുമ്പില്ലാത്ത വിധം അസഹിഷ്ണുത പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എഴുത്തുകാരന്റെ ഒറ്റപ്പെട്ട ശബ്ദം മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ ഉയരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത. എഴുത്തുകാർ ഇതിനെതിരായി പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ ഈ പ്രതിഷേധം ആളിപ്പടരേണ്ടിയിരിക്കുന്നു.
ആ ഒരു പ്രതിഷേധം ഒരു ചെറിയ അളവിലെങ്കിലും കൊള്ളേണ്ടയിടത്ത് കൊണ്ടു എന്നല്ലേ ഈ ഒരു വലിയ ഇവരുടെ ഈ പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കാരണം നിങ്ങളുടെ എഴുത്തുകാരുടെ ഈ പ്രതിഷേധം പ്രധാനമന്ത്രിക്കെതിരെയുള്ള കടലാസ് വിപ്ലവമാണ് എന്ന് പരിഹസിച്ചു തുടങ്ങിയവരാണ്. ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് പണ്ട് പ്രതിഷേധമില്ലായിരുന്നു, ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ മാത്രമാണ് പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ അതെ, തീർച്ചയായും ഈ 42 ഇന്ത്യൻ എഴുത്തുകാരാണ് ഇതുവരെ പുരസ്കാരം തിരിച്ചു നൽകിയത്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ നിന്നുള്ള കാശിനാഥ് സിംഗ് ആണ് അവാർഡ് തിരസ്കരിച്ചത്. ആ പ്രതിഷേധം പടരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഉത്തരം മുട്ടിയിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോഴും പ്രതികരിച്ചില്ലെങ്കിൽ ഇതേ ചോദ്യം ചരിത്രം നാളെ എഴുത്തുകാരന് നേരെയും ചോദിക്കും. നന്ദി ശ്രീ PK പാറക്കടവ്, പ്രതികരിച്ചതിന്, താങ്കളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന്. വീണ്ടും RSS മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു. ദാദ്രി കൽബുർഗി സംഭവങ്ങൾ വളരെ ചെറിയ സംഭവങ്ങളാണ്, മതേതരവാദികൾ ഇതിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, സാഹിത്യകാരന്മാരടക്കം ഇതിന് കൂട്ടുനിൽക്കുന്നു. ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ സാഹിത്യകാരന്മാരും ഇവരൊക്കെ എവിടെയായിരുന്നു അവരുടെ പ്രതിഷേധം എന്നൊക്കെയാണ് ഇപ്പോൾ RSS ചോദിക്കുന്നത്. ഇത് ഹിന്ദുക്കളെ അപമാനിക്കാനുള്ള നീക്കമാണെന്നടക്കം ഹിന്ദുത്വ വർഗീയത വളർത്താനുള്ള വാക്കുകളുമായാണ് RSSന്റെ മുഖപത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്.